ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഹിന്ദി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. गतिविधि एक गढ़ पड़े और प्रश्नों के उत्तर लिखे. बगीचे में एक सुंदर फूल खिला. तब दो तितलियां आई, एक नीली और एक पीली. पीली तितली फूल पर बैठी, नीली तितली उड़ती रही. पीली ने कहा, आवो दोस्त, हम मधु पी लो. അപ്പം എന്താ മക്കളെ കഥ? പൂന്തോട്ടത്തിലെ മനോഹരമായ ഒരു പുഷ്പത്തിലേക്ക് ചിത്രശലഭങ്ങൾ വന്നിരുന്നു അല്ലേ. ഒന്ന് നീലി, ഒന്ന് പീലി പൂമ്പാറ്റ. പീലി പൂവിലിരുന്നു, നീലി പറന്നുകൊണ്ടിരുന്നു. പീലി പറഞ്ഞു, വരൂ സുഹൃത്തെ, നമുക്ക് തേൻ കുടിക്കാം. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഫൂൽ കഹാം ഗില. എവിടെയാണ് പൂവ് വിരിഞ്ഞത്? എവിടെയാണ് മക്കളെ? ബഗീച്ചേമേം അല്ലേ. അടുത്തത് തിത്തല്യാം ബഗീച്ചേമേ കബ് ആയി. പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങൾ എപ്പോഴാണ് വന്നത്? എപ്പോഴാണ് മക്കളെ? ഫൂൽ ഗിൽനെ പർ. അടുത്തത് ഫൂൽ പർ കോൻ ബൈട്ടി. പൂവിൽ ആരാണ് ഇരുന്നത്? പിലി തിത്തലി അല്ലേ, പിലി പൂമ്പാറ്റ. അടുത്തത് ബഗീച്ചേമേൻ കോൻ കോൻ ആയി. പൂന്തോട്ടത്തിൽ ആരൊക്കെയാണ് വന്നത്? പീലി ഓർ നീലി തിത്തല്ലി. അടുത്തത് മധു പീനെ കിലിയും തിത്തല്യം കഹാം ആത്തി ഹേ. തേൻ കുടിക്കാൻ ചിത്രശലഭങ്ങൾ എവിടെയാണ് വന്നത് മക്കളെ? ഫൂൽ പർ അല്ലേ. ഗതിവിധി ദോ. गढ़ पड़े और प्रश्नों के उत्तर लिखे. दो संदरे दे एक दिन वो घूमने निकले. दोनों हंसते लुढ़कते फुदकते चले जा रहे थे. अचानक एक भालू सामने आ गया. അപ്പോൾ മക്കൾക്ക് ഈ കഥ അറിയില്ലേ? രണ്ട് ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. അവർ നടക്കാൻ ഇറങ്ങിയല്ലേ. കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ബാലു, കരടി വന്നു അല്ലേ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. സന്ദരേക്കോ സാമനെ കോൻ ആകയ. ഓറഞ്ചുകളുടെ അടുത്തേക്ക് ആരാണ് വന്നത് മക്കളെ? ബാലു അല്ലേ, കരടി. അടുത്തത് ബർത്ലാബ് കോ ആകെ ബഡായേ. ഈ സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് സന്ദര എ. ക്യാ ഹം ധൂംനെ ചലേ? संदरा दो. हाँ हाँ. संदरा एक. बालू के हाथे से हम बच गए. संदरा दो. हाँ हाँ बच गए. संदरा एक. दर्द हुआ क्या? അടുത്തത് ഗതിവിധി 3. കവിത का यह आश पढ़े और प्रश्नों के उत्तर लिखे. കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. रिमझिम वर्ष आई, धरती की सब प्यास बुझाई. शाम दड़ाए दुमड़ रही है, नदी नालियाँ उमड़ रही है. भरे हुए में ताल तलैया, बुधे करती ताता तैया. നമുക്ക് ചോദ്യം നോക്കാം. നദീ നാലിയാം ക്യാ കർ രഹി ഹേ. എന്തായിരിക്കും മക്കളെ? നദീ നാലിയാം ഉമട് രഹി ഹേ. അടുത്തത് ആശയ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ആദ്യത്തത് വർഷ ആ ഗയി ഓർ ധർത്തി കി പ്യാസ് ബുജാദി. ഏതായിരിക്കും? റിംജിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുജായി. അടുത്തത് തലാബ് ഭരേ ഹുയേ ഹേ ഓർ ബുധേ നാച്തി ഹേ. ഏതായിരിക്കും? ഭരേ ഹുയേ ഹേ താൽ തലയ്യ ബുധേ കർത്തി താത്ത തെയ്യ. അടുത്തത് ഗതിവിധി 4. ചിത്ര के स्थान पर उचित शब्द जोड़ो और वाक्य लिखे. രാത് കാ സമയ ഥ, നീതു കെ ഹാത്ത് മേം. ഒരു പുസ്തകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോക്സിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വരിക? കിതാബ്. ദി. നീതു. അടുത്തതൊരു വീടുണ്ട് അല്ലേ. അപ്പം വീടിന് എന്താ പറയുക? ഗർ കെ ബാഹർ ദി. അമ്മ ഒരു ചായൻ്റെ ചിത്രം അല്ലേ. അപ്പം അവിടെ എന്താ വരിക? ചായ് ലേക്കർ ആയി. അമ്മ കെ സാത്ത് ഒരു നായ്ക്കുട്ടീൻ്റെ ചിത്രം. അവിടെ എന്താ വരിക? പില്ലാബി ആയ. നീതുവിനെ പില്ലേക്കോ ബോൾ ദിയ അല്ലേ. ഒരു ബോളിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ബോൾ വരും. അടുത്തത് ഗതിവിധി 5. കവിതാംശ് പഠേ और प्रश्नों के उत्तर लिखे. पानी से ही एक जन सुंदर, पानी से जीवन है. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ജൽ കാ സമാനാർത്ഥ ശബ്ദ് കവിതാംശ് ചുൻകർ ലിഖേ. ജലത്തിന് സമാനാർത്ഥമുള്ളൊരു വാക്ക് ആ കവിതയിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും മക്കളെ? പാനി. അടുത്തത് പാനി അമൂൽ ഹേ, പാനി ഹേ ഹത്ത് പർ പോസ്റ്റർ തയ്യാർ കരെ. വെള്ളം അമൂല്യമാണ്. വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാനി നെഹി തോ ഹം നെഹി ജൽ അമൂല്യ ഹേ. ഇതേപോലെ നല്ല ചിത്രം വരച്ചിട്ട് പോസ്റ്റർ അടിപൊളിയാക്കുക.
അടുത്തത് ഗതിവിധി ചിത്ര के आधार पर वाक्यों को क्रम से लिखे. മക്കൾ ആ ചിത്രം നോക്കുക. ഇതിനെ പറ്റിയ വാക്കുകളാണ് താഴെയുള്ളത് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ നോക്കിയ മക്കളെ, അവിടെ എന്താ വരിക? ഒരു മരത്തിൽ ഒരു പക്ഷിയല്ലേ. അപ്പൊ അവിടെ എന്താ വരുക? पेड़ के ऊपर चिड़िया है. പക്ഷിക്ക് ചിടിയ എന്നാ പറയാ. पेड़ के ऊपर चिड़िया है. അടുത്തത് രണ്ടാമത്തെ ചിത്രം നോക്കിയ മക്കളെ, ഒരു വീടിന്റെ പുറത്ത് ഒരു പൂച്ചക്കുട്ടി അല്ലേ. അപ്പൊ അവിടെ എന്താ വരുക? घर के सामने एक बिलौटा है. അടുത്ത നോക്കിയ മക്കളെ, അടുത്ത പിക്ചർ നോക്കിയേ, അവിടെ എന്താ വരുക? ഒരു ഒരു പുഴയുടെ സൈഡിൽ ഒരു കോഴി അല്ലെ, ഒരു കുളക്കോഴി ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ വരുക? तालाब के किनारे एक जलमुर्गी है. അടുത്ത നോക്കിയ മക്കളെ, ഒരു മരത്തിന്റെ അടിയിൽ ഒരു കരടി. അപ്പൊ അവിടെ എന്താ വരുക? पेड़ के नीचे एक बालू है. അടുത്ത നോക്കിയ മക്കളെ, ഒരു വീടിന്റെ ഒരു പുറത്ത് ഒരു കുട്ടി നിൽക്കുന്നു, ഒരു പെൺകുട്ടി നിൽക്കുന്നു. അപ്പൊ അവിടെ എന്താ വരുക? घर के बाहर एक लड़की है. ഇന്ന് നടന്ന ഹിന്ദിയുടെ എക്സാം നല്ലൊരു എക്സാം ആയിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.